ദൃശ്യ ടീച്ചറെ യാസീന് നമുക്ക് കുറച്ച് റാപ്പിഡ് ഫയർ ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? നിങ്ങള് ഏറ്റവും ക്ലാസ്സിൽ ഉപയോഗിക്കുന്ന ഇമോജീസ് എന്തൊക്കെയാ? ക്ലാസ്സിലെ സിറ്റുവേഷന് ബെസ്റ്റ് ആയിട്ടുള്ള കുറച്ച് ഇമോജീസ്, മെയിൻ ആയിട്ട് ചിരി, പിന്നെ പിന്നെ ഈ സാധനം, പിന്നെ ദേഷ്യത്തിന് എനിക്ക് എക്സ്പ്രഷൻ വരും, പിടിക്കല് വരും. ഓക്കെ, പിന്നെ ആ കിളി പോയി വട്ടത്തിലുള്ള സാധനം ഇല്ലേ, അങ്ങനെ കുറച്ച് ഐറ്റംസ് ഉണ്ട്. കുട്ടികളോട് ഉപയോഗിക്കുന്ന ലാംഗ്വേജ്, ലവ് ലാംഗ്വേജ് മെയിൻ ആയിട്ട് കുട്ടികളോട് ഇഷ്ടം കൂടുമ്പോ കുഞ്ഞുമക്കളൊക്കെ ആണെങ്കിൽ ഓടി വന്ന് അവരെ ഹഗ് ചെയ്യും. അപ്പൊ അവരെ ഹഗ് ചെയ്യുക, അതിന്റെ ഉമ്മൊക്കെ കൊടുക്കുക. പിന്നെ കുറച്ച് വലിയ കുട്ടികളാണെങ്കിൽ ഹൈഫൈ കൊടുക്കുക. പിന്നെ അല്ല അവരെന്തെങ്കിലും ഐറ്റംസ് ഒക്കെ എടുത്ത്, ഇപ്പൊ ഹെയർ ക്ലിപ്പ് എന്തെങ്കിലും എടുത്ത് ടിക് ടിക് എല്ലാം എടുത്ത് തലയിൽ വെച്ചിട്ട് എങ്ങനെയുണ്ട് എന്നൊക്കെ പറഞ്ഞ് അപ്പൊ അവരുമായിട്ടുള്ള ഇന്ററാക്ഷൻ വരുമ്പോൾ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. മെയിൻലി ഒരു ഹഗ്ഗും അവരോടുള്ള ഒരു ചിരി, മെയിൻ ആയിട്ട് സ്മൈല് കൊടുക്കുക എന്നുള്ളതാണ്. ടീച്ചർ ക്ലാസ് റൂമിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന വാക്ക്? വാക്കുകള് മെയിൻ ആയിട്ട് ക്ലാസ്. അപ്പൊ കുട്ടികൾ പറയും യെസ് യെസ്, അവർക്കറിയാം അപ്പൊ ടീച്ചറ് എന്തോ ആരോ കണ്ടിട്ടുണ്ട്, ശ്രദ്ധിക്കണം എന്നുള്ളത്. അപ്പൊ അവരെല്ലാരും നേരെ വന്നിരുന്ന് അങ്ങനെയല്ലേ പറയും, ഐസ് ഓൺ മീ ഇയേഴ്സ് ഓൺ മീ എന്ന് പറയും. അപ്പൊ അവര് പറയും ഐസ് ഓൺ യു ഇയേഴ്സ് ഓൺ യു, അങ്ങനെ പറയും. അപ്പൊ ഈ രണ്ടെണ്ണം മെയിൻ ആയിട്ട്. എപ്പോ ഇനി ഇതൊന്നും അല്ലെങ്കിൽ ചിലപ്പോ ഞാൻ പെട്ടെന്ന് ഇങ്ങനെ അവർ ബോറടിക്കുന്നെല്ലാം കണ്ടു കഴിഞ്ഞാൽ പറയും ലൈക് ഇഫ് യു ആർ ഹാപ്പി ആൻഡ് യു നോ ക്ലാപ്പ് യുവർ ഹാൻഡ്, ആ സാധനം. അപ്പൊ അത് റൈമായോണ്ട് അവർക്ക് അതിൽ കുറച്ച് സാധനങ്ങൾ ചെയ്യാനുണ്ടല്ലോ. അപ്പം കുട്ടികളാണെങ്കിലും അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവരാ ഒരു കുഞ്ഞു KG കുട്ടികളെ പോലെ തന്നെ അവർക്കും ഭയങ്കര ഇഷ്ടമാണ് ചെയ്യാനൊക്കെ. അപ്പൊ അങ്ങനെ ആക്റ്റീവായിട്ട് വരും. ഇടയ്ക്ക് നമ്മൾ എന്തെങ്കിലും ഇട്ട് കൊടുക്കണം, അല്ലെ ഭയങ്കര ബോറിംഗ് ആവും ക്ലാസ്. അങ്ങനെ നിങ്ങളൊരു സൂപ്പർ ഹീറോ ആണെന്ന് കരുത്, അപ്പൊ നിങ്ങൾ ഏത് സൂപ്പർ പവർ ആണ് ചൂസ് ചെയ്യുക? എല്ലാരും പറയുന്ന ഒരുവിധം ആൻസർ ആണ്, എന്നാലും എനിക്ക് അതന്നെ പറയാനില്ല. ഇൻവിസിബിൾ ആവുക. ഇൻവിസിബിൾ ആയിട്ട് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ പൈസയും വേറൊന്നും വേണ്ട, ഫുഡ് എല്ലാടെയും പോവുക, ഒരുവിധം എല്ലാ ഫുഡും എക്സ്പ്ലോർ ചെയ്യുക, കഴിക്കുക, വയറ് നിറയെ കഴിക്കുക, അത് മാത്രം മതി. എനിക്കൊന്ന് മിക്ക സാലറിന്റെ പകുതിയും പോകുന്നത് ഫുഡിലാണ്. പക്ഷെ ഫുഡ് കഴിക്കുന്ന ഇതൊന്നും ശരീരത്തിൽ കാണുന്നില്ലല്ലോ. എന്ത് പറയാനാ, എന്തായി ബോറി. അത് വർക്ക്ഔട്ട് സ്റ്റാർട്ട് ചെയ്യണം. കുറച്ച് ചബ്ബി ആവുന്നുണ്ടോ ഡൗട്ട് ഉണ്ട്. പിന്നെ കരാട്ടെ ഒക്കെ അല്ല, നമുക്ക് എങ്ങനെയാണോ നമ്മള് അതില്, പിന്നെ നമ്മളെ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യണം. പിന്നെ നമ്മൾ എങ്ങനെയാണോ അതില് നമ്മള് സുന്ദരിയാണ് എങ്ങനെയാണെങ്കിലും. ഏത് കളറിലായാലും തടിച്ചിട്ടായാലും മെലിഞ്ഞിട്ടായാലും അതൊന്നും ഒരു വിഷയമല്ല. വി ആർ വെരി ബ്യൂട്ടിഫുൾ.